വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും നിലവിൽ ഈ അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി കേരളത്തിൽ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുമോ, ഇനി കേരളത്തിന് പുറമെ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുമോ, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ബി.എഡ് കോഴ്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ കാണുമെന്ന് ഉറപ്പെടുത്താണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബ് ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നിലവിൽ ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യതകളൊക്കെ നിങ്ങൾക്കറിയാം. അതായത് ടീച്ചിങ് മേഖലയിലോട്ട്, അത് ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ് ബി.എഡ് എന്ന് പറയുന്ന കോഴ്സ്. നിലവിൽ ബി.എഡ് കോഴ്സ് നിങ്ങൾക്കറിയാം 2 വർഷത്തെ കോഴ്സാണ്. ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് ബി.എഡ്. കാരണം ബി.എഡിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ജസ്റ്റ് കേവലം നമ്മളൊരു ഗവൺമെൻറ് സെക്ടറിൽ മാത്രം ആശ്രയിക്കാതെ, ഗവൺമെൻറ്റിൻ്റെ കൂടാതെ ധാരാളം പ്രൈവറ്റ് മേഖലയിൽ, അതായത് ഇനി പ്രൈവറ്റ് മേഖല എടുക്കുകയാണെങ്കിൽ CBSE പോലുള്ള ഒരുപാട് സ്കൂളുകൾ, ഇനി അതേപോലെ തന്നെ CBSE നമ്മൾ ഇന്ത്യയിൽ മാത്രം ആശ്രയിക്കാതെ ഇനി കേരളത്തിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് മേഖല, അതേപോലെ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും, അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറമെ GCC കൺട്രി, അതേപോലെ തന്നെ മാൽദ്വീപ്, ഇങ്ങനെയുള്ള പല മേഖലകളും ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ എപ്പോഴും വേക്കൻസി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് ബി.എഡ് തന്നെയാണ്. അതുകൊണ്ട് ബി.എഡിന് ഒരുപാട് പ്രാധാന്യമുള്ള ഈ ഒരു സിറ്റുവേഷനിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ബി.എഡ് കോഴ്സ് ആഗ്രഹിച്ചിട്ട് അഡ്മിഷൻ കിട്ടാത്തതുണ്ട്. അത് പല പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, അത് ഒന്നുകിൽ മാർക്ക് കുറഞ്ഞത്, സാധാരണയായിട്ട് മാർക്ക് കുറഞ്ഞവർക്ക് നമുക്കറിയാം റെഗുലറായിട്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി അതേപോലെ തന്നെ ബി.എഡ് റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്തതുണ്ട്. പലരും പല മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ, അത്തരത്തിലുള്ളവർക്കൊക്കെ റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്തവരുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, നിലവിൽ ഈ അക്കാഡമിക് ഇയറിൽ കേരളത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ്, MG, കണ്ണൂർ, അതേപോലെ തന്നെ കേരള, ഈ 4 യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇനി ഇപ്പോൾ നിലവിൽ, അതായത് ഇന്ന് ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് 9 വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ അഡ്മിഷൻ്റെ സാധ്യതകൾ നോക്കാം. അതായത് ഓൾറെഡി കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി.എഡ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതേപോലെ തന്നെ MG, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കാരണം സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ശ്രദ്ധിക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ചില കോളേജുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കോളേജുകൾ, അപൂർവം ചില കോളേജുകളിൽ 1 അല്ലെങ്കിൽ 2 സീറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സീറ്റുകൾ വേക്കൻസി, കാരണം സീറ്റ് വേക്കൻസി ഓൾറെഡി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു പരമാവധി ചില കോളേജിലൊക്കെ 0 സീറ്റാണ്, എന്നാൽ ചില കോളേജിൽ മാത്രം, ഞാൻ ചില സബ്ജക്റ്റിൽ മാത്രം 1 സീറ്റൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു വേക്കൻസി നികത്തുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റാണ് ശ്രദ്ധിക്കുക, നാളെ 10 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയും കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ വേക്കൻസിയിൽ ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ അപേക്ഷ കൊടുത്ത്, വേക്കൻസി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഇനി അതേപോലെ MG യൂണിവേഴ്സിറ്റിയിലും ഫൈനൽ അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ പറഞ്ഞ അതേ രീതിയിൽ തന്നെ 1-2 സീറ്റുകൾ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വേക്കൻസിയിലോട്ട് പരിഗണിക്കാൻ വേണ്ടി ഫൈനൽ അലോട്ട്മെൻറ്റ് സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നീ 2 അലോട്ട്മെൻറ്റ് കൂടെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ 1ാം ഘട്ടം അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഫൈനൽ അലോട്ട്മെൻറ്റ് 1ാം അലോട്ട്മെൻറ്റ് MG യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും. അതേപോലെ തന്നെ വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ ഫൈനൽ അലോട്ട്മെൻറ്റ് 2 13-ാം തീയതി പ്രസിദ്ധീകരിക്കും. അതോടുകൂടെ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലോസ് ആകും. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിച്ചിട്ട് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ റെഗുലറായിട്ട് പഠിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത്. എന്നാൽ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റി നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈക്വലൻസി കിട്ടുവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ എടുക്കുന്ന കോഴ്സ് നമുക്ക് ഈ കേരളത്തിൽ, കാരണം നമ്മളിപ്പോൾ പ്രൈവറ്റ് സെക്ടറാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് ഗവൺമെൻറ് മേഖലയിലോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് പരിശ്രമിച്ച് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കോഴ്സിന് ഈക്വലൻസി, അതായത് PSC വാല്യൂ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ വാല്യൂ ഇല്ലാത്ത കോഴ്സ് നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റി നമ്മൾ ബി.എഡ് കോഴ്സൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ
കേരളത്തിൽ കേരള PSCയുടെ അംഗീകാരം കൂടിയുള്ള B.Ed കോഴ്സാണ് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത്തരത്തിൽ നിലവിൽ നമുക്ക് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് തമിഴ്നാട് യൂണിവേഴ്സിറ്റി, TNT യൂണിവേഴ്സിറ്റി നമുക്ക് നിലവിൽ എടുക്കാൻ സാധിക്കും. അതേപോലെ IGNO നമുക്ക് എടുക്കാൻ സാധിക്കും. അത്തരത്തിൽ പല എന്നാലും നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാ കോഴ്സുകൾക്കും നമുക്ക് ഈക്വൻസി ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. അത് പൂർണ്ണമായിട്ടും ഡിസ്റ്റൻസായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ IGNO മാത്രമാണ്. അപ്പോൾ IGNO ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കാൻ നിലവിൽ ഏകദേശം ഡിസംബർ ജനുവരി മാസത്തിലാണ് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും. എന്നാൽ അത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ടീച്ചിങ് കോഴ്സായിട്ടുള്ള TTC DLED പോലുള്ള ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞവർ, അതേപോലെ തന്നെ ജസ്റ്റ് 1 year എക്സ്പീരിയൻസ് ഉള്ളവർ, ടീച്ചിങ് എക്സ്പീരിയൻസ് പബ്ലിക് സെക്ടറിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പറയുന്ന IGNO B.Ed പ്രൊമോട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് ടീച്ചിങ് മേഖലയിലേക്ക്, അതായത് LP UP ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലോട്ടൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് IGNO കാണുന്നത്. മറ്റു സാധാരണ രീതിയിലുള്ളവർക്ക് IGNO B.Ed ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ TNTU യൂണിവേഴ്സിറ്റി നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നു. എന്നാൽ TNTU യൂണിവേഴ്സിറ്റി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കോഴ്സുകൾക്കും നമുക്കതിന് ഈക്വൻസി ഇല്ല. നമ്മളെല്ലാ കോഴ്സുകൾക്കും ഈക്വൻസി ഉണ്ട് എന്ന് കരുതി പലരും പല തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരിട്ട് കോഴ്സ് എടുത്ത് പിന്നീട് കോഴ്സ് കഴിഞ്ഞ് പൂർത്തിയാക്കി കഴിഞ്ഞാലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൻസി ഇല്ലാത്ത വിവരം അറിയുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കോഴ്സുകൾക്കും ഈക്വൻസി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഈക്വൻസി സാധ്യത നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ എടുക്കുവാൻ സാധിക്കുള്ളൂ. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എവിടെയും കിട്ടാത്തവർക്ക്, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അഡ്മിഷൻ കേരളത്തിൽ പഠിക്കാൻ സാധിക്കാത്തവർക്ക്, അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ തമിഴ്നാട് യൂണിവേഴ്സിറ്റി കീഴിൽ നിങ്ങൾക്ക് B.Ed എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അക്കാഡമിക് കീഴിൽ തന്നെ വർഷങ്ങളായി ഇത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുത്ത് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പെടുന്നത്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പഠിക്കുന്ന കോളേജിൻ്റെ അഫിലിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കാതെ, അല്ലെങ്കിൽ കോഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈക്വൻസി നോക്കാതെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾ കോഴ്സിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നിങ്ങൾ പഠിച്ചറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ താഴെ കൂടുതൽ എൻ്റെ തന്നെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ B.Ed ഡീറ്റെയിൽസ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കോഴ്സിന് ഈക്വൻസി ഉണ്ടോ ഇല്ലോ എന്നൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വിദ്യാർത്ഥി ചെയ്യുക. അപ്പോൾ നിലവിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ കിട്ടാത്തവരൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം, B.Ed എന്നുള്ളത് ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലേറ്റ് ആക്കണ്ട. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഓരോ വർഷം കഴിയുമ്പോൾ ഈ കോഴ്സിൻ്റെ സാധ്യത, അതായത് ക്വാളിഫിക്കേഷൻ ഒരു ടഫായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിലവിൽ 2 year B.Ed എന്നുള്ള ഈ ഒരു സിസ്റ്റം ഇനി അങ്ങോട്ട് അത് 2030 പൂർണ്ണമായിട്ടും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ITEP, അത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, 4 വർഷത്തെ B.Ed എന്നുള്ള സിസ്റ്റം പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ്. നിലവിൽ ഓൾറെഡി പല യൂണിവേഴ്സിറ്റികളും ITEP ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 4 വർഷത്തെ B.Ed എന്ന സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് B.Ed നിലവിൽ ഡിഗ്രി ഉള്ളവരും PG ഉള്ളവരും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങൾക്ക് സാധ്യത നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അക്കാഡമിക് ഇയർ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ അക്കാഡമിക് ഇയർ തന്നെ ഇത്തരത്തിൽ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരിക്കൽ കൂടി ആ താഴെയുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ കോൾ ചെയ്താൽ ഒരു പക്ഷേ കിട്ടണമെന്നില്ല. വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഇനി കേരളത്തിലെ ലാസ്റ്റ് ചാൻസ് ഈ പറഞ്ഞ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. പുതുതായിട്ട് രജിസ്ട്രേഷനും അവൈലബിൾ ആണ്. പക്ഷേ സീറ്റ് വേക്കൻസി നോക്കിയിട്ട് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കൊടുത്ത് നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം വളരെ കൃത്യമായി ഇതിന് മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇത്തരത്തിൽ ഇൻഫർമേഷൻ ഈ രീതിയിൽ കോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തുകയാണ്. എല്ലാ അപ്ഡേറ്റുകൾക്കും ഒരിക്കൽ കൂടി ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുന്നത് ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരി ചെറിയ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.